ഉദുഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ പ്രാർത്ഥിക്കേണ്ടത് വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് റബ്ബിനോട് നമ്മൾ അത് ചോദിക്കേണ്ടത്. എനിക്ക് റബ്ബ് അത് നൽകും. അങ്ങനെ നമുക്ക് കിട്ടി. എങ്ങനെ കിട്ടി? അള്ളാഹു നൽകി. ചിലതൊക്കെ ഞാൻ സൂചിപ്പിച്ചല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് റബ്ബ് നൽകിയതെന്ന് നമുക്ക് തോന്നില്ല. എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ പഠനം കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ കോച്ചിങ് ക്ലാസ് കൊണ്ട്, എന്റെ കാഴ്ചപ്പാട് കൊണ്ട് നമ്മൾ വിചാരിക്കുക. അല്ല, റബ്ബ് നൽകിയതാണ്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ടത് എന്റെ റബ്ബ് എനിക്കതിന് ഉത്തരം നൽകും. ശേഷം അല്ലാഹു റസൂൽ പറഞ്ഞതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വഅലമു, മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ, അശ്രദ്ധയോടുകൂടിയുള്ള മനസ്സിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. അങ്ങനെയല്ല, നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. എന്താണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയണം. നമ്മൾ എത്ര കാര്യങ്ങൾ ഈ ദുനിയാവിൽ അറിഞ്ഞു, മൊബൈലിന്റെ ഉപയോഗം നമ്മൾ അറിഞ്ഞു, നമ്മൾ താല്പര്യമാണല്ലോ. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് എന്താണ്? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഓരോന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് നമ്മൾ പറയണം. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വആഫിനി വർസുഖ്നി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. പടച്ചോനെ, നീ എനിക്ക് പുറത്തു തരണം റബ്ബേ, എന്നോട് നീ കരുണ കാണിക്കണം റബ്ബേ, എന്നെ നീ സന്മാർഗത്തിലാക്കണം റബ്ബേ, എന്റെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം റബ്ബേ, എനിക്ക് നീ ഉപജീവനം നൽകണം റബ്ബേ എന്നൊക്കെ നമ്മൾ റബ്ബിനോട് പറയുന്നുണ്ട്. ആ പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് പറയണം. അശ്രദ്ധമായ മനസ്സിൽ നിന്നുള്ളത് അല്ലാഹു കേൾക്കൂല. അള്ളാഹു കേൾക്കൂല. നമ്മൾ വെറുതെ അങ്ങനെ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞിട്ട കേട്ടാ കേൾക്കട്ടെ, കേട്ടില്ലേ കേൾക്കണ്ട, കേൾക്കൂല. ശരിക്കും ഇപ്പൊ റബ്ബിനോട് ഒരു കാര്യം പറയും, സോനെ ഇന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ തട്ടണം. നമ്മൾ ഇവിടെ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ, മകന് അഡ്മിഷൻ വേണം, അതിനൊരു സീറ്റ് വേണം, ഒരാളോട് പോകണം, എത്ര ഉഷാറായിട്ടാ പോണേ, എത്ര നന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതണം, എത്ര പ്രാവശ്യം ആലോചിച്ചിട്ടാണ് എഴുതുന്നത്, എവിടെയാണ് അതിന്റെ സൈൻ വെക്കുന്നത്, എവിടെയാണ് അതിന്റെ സീല് വെക്കുന്നത്. അപ്പൊ നമ്മൾ ദുനിയാവിലെ ഒരു കാര്യത്തിനു വേണ്ടി നാം ഒരു കാര്യം അവതരിപ്പിക്കുമ്പോഴുള്ള ശ്രദ്ധ എത്രയുണ്ടോ അതിനേക്കാൾ ശ്രദ്ധ അള്ളാഹുവിനോട് ഒരു കാര്യം പറയുമ്പോ നമുക്ക് വേണം. അതുകൊണ്ട് ഉത്തരം നൽകും. എന്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകും എന്ന ഉറച്ച വിശ്വാസം റബ്ബിനോട് ഒരു കാര്യം പറയുമ്പോൾ ആ ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അശ്രദ്ധമായ മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയില്ല.